ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. മൗനം സമ്മതം രണ്ടാം ഭാഗത്തിൻ്റെ 368ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ എപ്പിസോഡ്സോ പുതിയ വീഡിയോസോ ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. ഞാനത് കമൻറ്റിൽ പറഞ്ഞിരുന്നത് കണ്ടവർക്കറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില ചാനൽസൊക്കെ ഉള്ളവർക്ക് അറിയാം, ഈ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. വീഡിയോസോ പോസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരാഴ്ചത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊന്നും കുറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അതുപോലെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എല്ലാം നമ്മുടെ കൂടെ തന്നെ വേണം കേട്ടോ. പിന്നെ വേറൊരു വലിയ പ്രധാനപ്പെട്ട ഒരു സാഡ് ന്യൂസും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ അശ്ലോക് യൂണിവേഴ്സ് അതാണ് നമ്മുടെ തുടക്കം, നമ്മുടെ ബേസ് തന്നെ ആ ഒരു പേജായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലും ഒക്കെ എത്താൻ കഴിഞ്ഞത്. ആ പേജ് ഇപ്പോൾ എന്നേക്കുമായിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാം സസ്പെൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിനി ആ പേജ് ഇല്ല, അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു സീരിയൽ എന്ന് പറയുന്നത് വളരെയധികം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്ന ഒരു സീരിയലാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് യൂട്യൂബിലായാലും അതുകൊണ്ടാണ് നമുക്ക് ഇത് എവിടെയും അവൈലബിൾ അല്ലാത്തത്. വളരെ ചുരുക്കം സൈറ്റുകളിലൊക്കെയാണ് നമുക്കിത് കിട്ടുന്നത്. അതുതന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും, ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മൾ ഇൻസ്റ്റാഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഡിലീറ്റ് ആയി പോകുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിലേക്ക് ആക്കി മാറ്റിയത്, ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇൻസ്റ്റയിൽ പോലും ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഭയങ്കര കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് തവണ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജിൽ നിന്നും കുറേ വീഡിയോസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെയും ഞാൻ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അത്രയും ഇഷ്ടമാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെയും കുറേ പേര് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു. ഞാനെന്തോ അഹങ്കാരമായി കുറേ ഫോളോവേഴ്സൊക്കെ ആയപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇടൽ നിർത്തിയതാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളിങ്ങനെ കുറേ ഇട്ട് കൊതിപ്പിച്ച് പിന്നെ അങ്ങ് പെട്ടെന്ന് നിർത്തി നിങ്ങളെ മാനസികാവസ്ഥ തളർത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും കുറേ പേരിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്കറിയാം നിങ്ങൾക്ക് ഈ സീരിയലിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് പിന്നെ ഞാൻ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യുമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ ഇപ്പോൾ ഫൈനലി ആ ഒരു 100K ഫോളോവേഴ്സ് ഉള്ള ആ ഒരു പേജ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പേജില്ല. ഒത്തിരി വിഷമമായി അങ്ങനെ സംഭവിച്ചപ്പോൾ. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് അത് കുറച്ച് റിസ്ക് അടിച്ച പരിപാടി തന്നെ ആയിരുന്നു. റിസ്ക് കൂടെ തന്നെ നമ്മൾ അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ പോയി അവരങ്ങനത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു. പക്ഷേ സാരമില്ല, നമ്മൾ പൂർവാധികം ശക്തിയോട് വേറൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പേജ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ അശ്ലോക് യൂണിവേഴ്സിൻ്റെ ഫസ്റ്റത്തെ പേജ് സപ്പോർട്ട് ചെയ്ത് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പേജ്, നമ്മുടെ പുതിയ പേജായ അശ്ലോക് യൂണിവേഴ്സ്, ആ പേര് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഹിന്ദി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്രത്തോളം റിസ്ക്കാണ്, അത്രത്തോളം കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മുടെ മറ്റേ ചാനൽ അടിച്ചു പോയ പോലെ ഇതും ചിലപ്പം പോവും, ഉറപ്പാണ് പോയിട്ട് കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് പുതിയ അപ്ഡേറ്റ്സും നമ്മൾ വീഡിയോനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും എപ്പോഴൊക്കെയാണ് വീഡിയോ ഇടുന്നത്, പുതിയ വീഡിയോസ് വരുന്നതും അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞാൻ ആ പേജിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ഫോളോ ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം ആഷയ്ക്ക് ആ ഒരു സ്വർണ്ണ നാണയം കിട്ടുമ്പോൾ എന്തോ ഒരു കാര്യം മനസ്സിൽ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നതാണ് കാണിച്ചത്. അവിടെ നിന്ന് തന്നെയാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. ആഷ ഓണറിനെ കൂട്ടി ഒരു സ്ഥലത്തേക്ക് അത്യാവശ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പുറകെ അപ്സര നിൽക്കുന്നുണ്ട്. അപ്സര എന്തോ മാർക്കറ്റിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ ഈ ധൃതി പിടിച്ച് ഓടുന്ന കണ്ടിട്ട് അപ്സര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇവരെങ്ങോട്ടാണ് ഇത്ര ധൃതി പിടിച്ച് ഓടുന്നത്, അതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്സര ഇവരുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണ്. അങ്ങനെ അപ്സര പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു ആളുടെ ദേഹം തട്ടിയിട്ട് അപ്സര വീഴാൻ പോകും. അങ്ങനെ അത് കഴിഞ്ഞ് നീച്ച് നോക്കുമ്പോഴത്തേക്കും അവരെ ഇവർക്ക് കാണില്ല. അങ്ങനെ ഇവരത് എത്ര പെട്ടെന്ന് എങ്ങോട്ടായി മാഞ്ഞു പോയതെന്ന് അപ്സര ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരിക്കും. ആശയും ഓണറും വേറെ എവിടേക്കല്ല പോയിരിക്കുന്നത്, അവർ ഒരു ഗോൾഡിൻ്റെ കടയിലേക്കാണ് വന്നിരിക്കുന്നത്. ഓണറിന് പരിചയമുള്ള ഒരാളുടെ കടയുണ്ടല്ലോ, അവിടേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ വന്ന് ഈ സ്വർണ്ണ നാണയം അയാൾക്ക് വേണ്ടി വിൽക്കുകയാണ്. അങ്ങനെ അയാളുടെ അടുത്ത് നിന്നും പൈസ മേടിക്കുകയാണ് ആശ. ആശയ്ക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരുപാടധികം ഉള്ളിൽ ടെൻഷനും പേടിയും വിഷമവും ഒക്കെ ഉണ്ട്. കാരണം അശോക് ഒരുപാട് തവണ പറഞ്ഞതാണ് ആശയോട്, എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അജ്ജ് തന്ന ആ പൈസയിൽ നിന്നും എടുക്കണ്ട എന്ന് അശോക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആശയ്ക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ്, അശോക് അവിടെ ഇല്ല, അങ്ങനെ എന്തെങ്കിലും അവസ്ഥയ്ക്ക് വരികയാണെങ്കിൽ ആശയോട് എടുക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പക്ഷേ ആശ ഇങ്ങനെ അശോകിൻ്റെ അനുവാദം ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആശയ്ക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ ഇതൊരു നല്ല കാര്യത്തിനല്ലേ, വേറെ വഴിയില്ലല്ലോ എന്ന് ആലോചിച്ച് ആശ അത് അങ്ങനെ തന്നെ ചെയ്യുകയാണ്.
പിന്നീട് കാണിക്കുന്നത് സോജയാണ്. സോജ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം അച്ഛനിപ്പോൾ പുതിയൊരു ഡിറ്റക്റ്റീവിനെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അശോകിനെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് സോജ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ഭരത് വരുന്നത്. ഭരതിനെ കണ്ടുടനെ തന്നെ സോജ ഓടി ഭരതിൻ്റെ അടുത്തേക്ക് പോകും. ഭരത്, നമ്മളിനി എന്ത് ചെയ്യും? അച്ഛനെങ്ങാനും നിങ്ങൾ അശോകിനെ കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ലെന്ന കാര്യം അറിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവില്ലേ എന്നൊക്കെ ഇങ്ങനെ സോജ ഭരതിനോട് പറയും. അപ്പോൾ ഭരത് പറയും, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, അതിനല്ലേ ഞാനിവിടെ ഉള്ളത്, ഞാനതെല്ലാം ശരിയാക്കിക്കോളാം. എന്തായാലും അച്ഛന് അശോകിനെ കുറിച്ചൊരു വിവരം അറിയാൻ പോകുന്നില്ല, ആ ഡിറ്റക്റ്റീവിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നിങ്ങനെ ഭരത് സോജയെ സമാധാനിപ്പിക്കും. നീ ഇപ്പോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, നീ ഇപ്പോൾ ജ്യോതി ചേച്ചിയുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അവൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നീ ചോദിച്ച് മനസ്സിലാക്കി അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം നീ കൊടുക്കണമെന്ന് ഭരത് സോജയോട് പറയും. അതിൻ്റെ കൂടെ തന്നെ ഭരത് സോജയോട് പറയുന്നുണ്ട്, അവളുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം, കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അവൾ നമ്മുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് എന്ന് കൂടി സോജയോട് ഭരത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഡിറ്റക്റ്റീവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ താൻ തന്നെ ചെയ്യണമെന്ന് ഭരത് ഇങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാലിന്തിയുടെ വീടാണ്. അവിടെ മാല ഓരോ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാല അൻകുഷിനോട് പ്രോമിസ് ചെയ്തിരുന്നു എന്തായാലും ആ സ്വത്ത് തനിക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന്. അങ്ങനെ മാല മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കാലിന്തിയുടെ മേലിങ്ങനെ ഓരോന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാലിന്തി ആണെങ്കിൽ ഒന്നും പറയുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും മാല കാലിന്തിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാലിന്തിയോട് പറയും, ഞാനൊരു വലിയ കുടുംബത്തിൽ നിന്ന് വന്നതാണ്, എനിക്ക് ഇങ്ങനത്തെ ചെറിയ കുടുംബത്തിൽ ഇങ്ങനെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തീരെ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവ് അങ്ങനെ പൈസ ഇല്ലാത്ത ആളൊന്നുമല്ലല്ലോ, നിങ്ങൾ അവനക്ക് വേണ്ടിയുള്ള പൈസ ഒന്നും അവനക്ക് കൊടുക്കാതിരിക്കുകയല്ലേ, അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെല്ലാ സ്വത്തും പിടിച്ചു വെച്ചിരിക്കുകയല്ലേ, നിങ്ങൾക്കത് വേണ്ട. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ ഭർത്താവിനെ എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നിങ്ങൾ കാരണം എനിക്ക് എൻ്റെ ഭർത്താവിനെ വിട്ട് ഇവിടുന്ന് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്തൊക്കെ പുകല ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ച് മാല അവിടെ നിന്ന് മേലെ കയറിപ്പോവും. പിന്നീട് കാണിക്കുന്നത് അപ്സരയാണ്. ഇത്ര നേരമായിട്ടും ഓണറും ആശ എന്താണ് വീട്ടിലേക്ക് തിരിച്ചു വരാത്തതെന്ന് ആലോചിച്ചിരിക്കുകയാണ് അവൾ. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ആശ ഓണർ അങ്ങോട്ട് വരികയാണ്. അപ്പം തന്നെ ഇവർ വരുന്ന കണ്ട് വേഗം അപ്സര അവിടെ നിന്ന് ഒളിഞ്ഞു മാറി നിൽക്കുകയാണ്. വന്ന പാടെ തന്നെ ആശ ഒരുപാട് നന്ദി പറയാണ് ഓണറിനോട്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അത്രയേറെ സഹായങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും അശോക് അറിയാൻ പാടില്ല. നമ്മൾ ഈ സ്വർണ്ണ നാണയം വിറ്റ് പണയം വെച്ച കാര്യമൊന്നും ഒരിക്കലും അശോക് അറിയരുത്, കാരണം അശോകിന് ഇതൊരിക്കലും താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു എന്നെല്ലാം ആശ അവരോട് പറയുന്നു. അപ്പോൾ ഓണറും അതെ നീ പേടിക്കണ്ട, ഞാൻ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും അശോകിനോട് പറയില്ല എന്ന് ഓണറും പറയാണ്. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ അവരവിടെ നിന്നും പിരിയാണ്. ഇതെല്ലാം കേട്ട് അപ്സര അവിടേക്ക് വരുന്നുണ്ട്. അപ്സര മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, മോളെ അശോക് ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, നിന്റെ എല്ലാ കളത്തിലും ഞാൻ പൊളിച്ചടക്കും. അങ്ങനെ ഇപ്പോൾ നീ അശോകിനെ പറ്റിച്ചുകൊണ്ട് വലിയ ആളായി ഇതിലൂടെ നടക്കണ്ട എന്ന് തന്നെ അപ്സര തറപ്പിച്ച് പറയാണ് മനസ്സിൽ. പിന്നീട് കാണിക്കുന്നത് ആശയാണ്. ആശ ഓണറിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട്, ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം, നമുക്ക് ഹോട്ടലിൽ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇപ്പം തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാലയാണ്. മാല വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കാലിന്തിയുടെ അടുത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഓരോരോ സാധനങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും ഓരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഫാൻ ഇടുന്നു, അവരുണ്ടാക്കിയ ഫുഡ് തട്ടിമറിച്ചിടുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും മാല പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ട് കാലിന്തി ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതിന് മാത്രം എന്ത് പ്രശ്നമാണ് നിനക്ക് ഉള്ളതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് മാല വീണ്ടും ആ കാര്യം എടുത്ത് പറയുന്നു, പ്രശ്നം ഞാനാണോ ഉണ്ടാക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ, നിങ്ങളുടെ മകൻ്റെ സ്വത്തെല്ലാം നിങ്ങൾ അവൻക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇതെല്ലാം നിങ്ങളിങ്ങനെ അടക്കി പിടിച്ചിട്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകുന്നത്? ഇതെല്ലാം കേൾക്കുന്ന കാലിന്തി പറയും, മോളെ അവൻ്റെതെല്ലാം എനിക്ക് അവൻ എന്നെ തിരിച്ചു കൊടുക്കാനാണ് താല്പര്യം, ഒരിക്കലും ഞാൻ അവൻ്റെ പൈസ ഞാൻ എടുത്ത് വെക്കില്ല, അതെല്ലാം അവനുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവൻ ആ പൈസ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ അതെല്ലാം കൊണ്ടേ കളയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വഭാവം മനസ്സൊന്നും നന്നാവത്, ഒരിക്കലും ഇത്രയും വലിയ തുകയും സ്വത്തൊന്നും അവൻ എഴുതി കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ കാലിന്തി തറപ്പിച്ച് പറയുന്നു. അങ്ങനെ വീണ്ടും മാല അവിടെ നിന്ന് ഓരോ പ്രശ്നം ആക്കിക്കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആശയാണ്. ആ സ്വർണ്ണ നാണയം വിറ്റ് അതിൻ്റെ പൈസയ്ക്ക് എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും ആശ വാങ്ങിയിട്ടുണ്ടാവും. ഇതെല്ലാം കണ്ടുവരുന്ന അശോക് ആകെ ഷോക്കാവും. കാരണം നേരത്തെ പോയപ്പോൾ ഇനി എന്ത് ചെയ്യും, പൈസ ഒന്നുമില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇത്രയും സാധനങ്ങൾ വന്നപ്പോൾ അശോക് ആകെ ഷോക്കാവുന്നു. ഇതെല്ലാം എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ആശ ചെറിയൊരു കള്ളം പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ അറിയാഞ്ഞിട്ടാണ്, ഞാനൊരു സംഭവമല്ലേ, ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ നമ്മുടെ ഓണറിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ കടം മേടിച്ചു, അതുകൊണ്ട് വാങ്ങിയെടുത്ത സാധനങ്ങളാണ്, നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് പൈസ കിട്ടുമ്പോൾ എല്ലാം തിരിച്ചു കൊടുക്കാമെന്ന് ആശ പറയുന്നു. എങ്കിൽ ഇത് കേൾക്കുന്ന അശോകിന് ചെറിയൊരു ഡൗട്ട് അടിക്കുകയാണ്. ആശ, നീ എൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചു വെക്കുന്നൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആശ പറയും, എന്തുപറ്റി അശോക്, നിങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചത്? അപ്പോൾ അശോക് പറയും, ഇല്ല എനിക്ക് നീ എന്തോ എന്നെ ഒന്ന് ഒളിക്കുന്ന പോലെ തോന്നി എന്ന് പറയും. പക്ഷേ ആശ അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെ പറയാണ്. അപ്പോൾ അശോക് ചോദിക്കും, അല്ല അവരെങ്ങനെ ഇത്രയും വലിയ തുക നിങ്ങൾക്ക് കടം തന്നത്? നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് അവരോട് സംസാരിച്ചതാണല്ലോ, അപ്പോൾ അവരുടെ കയ്യിൽ തീരെ പൈസ ഇല്ല
എന്നല്ല അവർ പറഞ്ഞത്. അപ്പോൾ ആശ പറയും, അന്ന് നമ്മളെല്ലാവരും അപരിചിതമല്ലായിരുന്നു, ഇപ്പം നമ്മൾ ഒരുപാട് ബന്ധം ഉണ്ടാക്കിയെടുത്തില്ലേ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ നമുക്ക് ഇത്രയും തുക തന്നതാണ്, അതൊന്നും കുഴപ്പമില്ല എന്നെല്ലാം ആശ പറയുന്നുണ്ട്. പക്ഷേ അശോകിന് അപ്പോഴും അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അശോക് അത് നേരിട്ട് ഓണറോട് പോയി ചോദിക്കാമെന്ന് വിചാരിച്ച് അശോക് അവിടെ നിന്നും പോവും. ഇതെല്ലാം കാണുന്ന ആശയ്ക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം ഇനി ഓണറെങ്ങാനും സത്യമല്ല അശോകിനോട് തുറന്ന് പറയോ എന്ന പേടിയിലാണ് ആശ നിൽക്കുന്നത്. അങ്ങനെ അശോകാണെങ്കിൽ എല്ലാം ഓണറിനോട് പോയി ചോദിക്കും. അങ്ങനെ ഓണറും ആശ പറഞ്ഞ കാര്യം ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ അതിനെല്ലാം സമ്മതിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഇപ്പോൾ എനിക്ക് ഒരുപാട് ഓർഡറുകളെല്ലാം വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ആശ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും മടിക്കാതെ കൊടുത്തത്, ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ പിന്നീട് തിരിച്ചു തന്നാൽ മതിയെന്ന് ഓണറും പറയുന്നു. പിന്നീട് അശോക് ഓണറിനോട് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതുപോലത്തെ ബിസിനസ് ഒന്നും മുമ്പ് ചെയ്തിട്ട് പോലുമില്ല. നിങ്ങൾക്ക് അറിയുന്നതല്ലേ, ഈ മുംബൈ നഗരം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എത്ര ഫുഡ് ഏരിയകളുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ABCD പോലും അറിയില്ല. ഞങ്ങളൊക്കെ ഇത്ര റിസ്ക് പിടിച്ച് ഇതെല്ലാം തുടങ്ങിയിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവോ? ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞ ആശ കേൾക്കും, അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞവളൊന്ന് മനസ്സിലാക്കാൻ നോക്ക് എന്നെല്ലാം അശോക് പറയുന്നുണ്ട്. അപ്പോൾ ഓണർ പറയും, അതെ നിങ്ങൾ പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ്, പക്ഷേ നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ ഒരിക്കലും അവളെ തടയാൻ പാടില്ല. ചിലപ്പോൾ ഇത് സക്സസ് ആയാലോ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കില്ലേ, അതുകൊണ്ട് അവളെ ഒരിക്കലും ഇത് തളർത്തരുത് എന്നെല്ലാം ഓണറും തിരിച്ചു പറയും. അങ്ങനെ അശോകും അത് സമ്മതിച്ച് അവിടെ നിന്നും പോവുകയാണ്. വീട്ടിൽ ആശയാണെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാരണവശാലും അശോക് ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്നെല്ലാം ആശ മനസ്സിരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഭരതിനെയാണ്. ഭരത് ആ ഡിറ്റക്റ്റീവിനോട് കുറച്ച് കാര്യമെല്ലാം ചോദിക്കുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, എത്രത്തോളം ബിസിനസ് വളരുന്നുണ്ട് എന്നെല്ലാം ഇങ്ങനെ ചോദിച്ചറിയാണ്. അപ്പോൾ അയാളുടെ വർത്തമാനത്തിൽ നിന്നും ഭരതിന് മനസ്സിലാവും അത്ര വലിയ മെച്ചമൊന്നും ഇല്ലയെന്ന്. അതുകൊണ്ട് തന്നെ ഭരത് പറയും, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഓഫർ തരാം, എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ ഡബിൾ ആയിട്ടായിരിക്കും നിങ്ങളുടെ തുകയെല്ലാം കിട്ടാൻ പോകുന്നത്, നിങ്ങളെ പെർമനൻ്റ് ആയിട്ട് ഞാൻ ഹയർ ചെയ്യാൻ പോവാണ് എന്നെല്ലാം അവരോട് പറയും. ഇത് കേൾക്കുമ്പോൾ ആ ഡിറ്റക്റ്റീവ് ആകെ ഷോക്കാവും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾക്കിടയിൽ നടക്കുന്ന കോൺവെർസേഷനും നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസും ഒന്നും പുറത്ത് ആരും അറിയാൻ പാടില്ല എന്നെല്ലാം അവർ പറയുന്നുണ്ട്. ഡിറ്റക്റ്റീവിനും ഇത് സമ്മതമാണ്, കാരണം പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല, നല്ല തുകയും കിട്ടുന്നുണ്ട്. അങ്ങനെ ഭരത് ആ ഡിറ്റക്റ്റീവിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് വലിയ പ്രശ്നം ഉണ്ടായി, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം എൻ്റെ സഹോദരനായ അശോക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവൻ ഒരിക്കലും ഇനി വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് എന്നോട് അവൻ പറഞ്ഞതാ. അതുകൊണ്ട് തന്നെ അവനെ തേടി പോയിട്ട് ഒരു കാര്യമില്ല, കാരണം അവൻ ഇവിടേക്ക് വരാൻ തന്നെ താല്പര്യമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഡിറ്റക്റ്റീവിന് വെച്ചതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അച്ഛന് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അതായത് എന്നെക്കാൾ വലിയ സ്ഥാനമാണ് അശോകിന് അച്ഛൻ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അശോക് ഇങ്ങനെ പെട്ടെന്ന് വീട് വിട്ടെറിഞ്ഞ് പോയതുകൊണ്ട് തന്നെ അച്ഛനത് ആകെ ഒരുപാട് തളർത്തി കളഞ്ഞു. പിന്നെ ഇപ്പോൾ പ്രായമായി വരുന്നതല്ലേ, അതുപോലെ തന്നെ ഒരുപാട് മെമ്മറി ലോസ്, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ അച്ഛനെ തേടി വരുന്നുണ്ട്. ഇതെല്ലാം അശോക് കാരണമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അച്ഛൻ അതൊട്ടും മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും അശോക് തിരിച്ചു വരുന്ന ആലോചിച്ച് നിൽക്കുകയാണ് അച്ഛൻ. ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഇപ്പം അച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അശോക് ഒരിക്കലും വരാൻ പോകുന്നില്ലെന്ന് എത്ര പറഞ്ഞാലും അച്ഛന് മനസ്സിലാവുന്നുമില്ല. അതുകൊണ്ട് ഇനി അച്ഛനോട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് നിനക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ എന്ന് ആ ഡിറ്റക്റ്റീവിനെ അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് വരികയാണ് നമ്മുടെ ഭരത്. അങ്ങനെ ആ ഡിറ്റക്റ്റീവും അതിന് സമ്മതിക്കും. ഇതിലൂടെ നമ്മളെ ഭരത് ആ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ ആ ഒരു വലിയ പ്രശ്നം അവിടെ സിമ്പിളായിട്ട് തീർക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അപ്സരയാണ്. അപ്സര അശോകിനെ കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം ഒന്ന് പറഞ്ഞ് പ്രശ്നമെല്ലാം കൂട്ടാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്സര. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് അശോക് അവിടെ വരുന്നത്. അശോകിനെ തടഞ്ഞു നിർത്തി അപ്സര പറയും, അശോക് ഒരു വലിയ കാര്യം പറയാനുണ്ട്, എന്തായാലും നമ്മളിവിടെ ഈ റൂമെല്ലാം ഷെയർ ചെയ്ത് നിൽക്കുകയല്ലേ, അപ്പോൾ ഇത്രയും വലിയൊരു കാര്യമൊക്കെ ഞാൻ അറിഞ്ഞാൽ അത് നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. പക്ഷേ ഇത് കേൾക്കുന്ന അശോക് ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. നീ ഒന്ന് മാറിപ്പോയിക്കേ, എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് അശോക് പോകാൻ നിൽക്കുകയാണ്. പക്ഷേ അപ്സരയാണെങ്കിൽ കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് അവിടെ പറയാണ്, നിങ്ങളിങ്ങനെ കേൾക്കാതെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ചതിക്കുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വാങ്ങിക്കൂട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം അവളുടെ മുത്തശ്ശി കൊടുത്തയച്ച ആ സ്വർണ്ണനാണയം വിറ്റുണ്ടാക്കിയ പൈസയാണെന്ന് പറയും. ഇത് കേൾക്കുന്ന അശോകാണെങ്കിൽ ആകെ ഷോക്ക് അയാൾ നിന്ന് പോവാണ്. ഇതോടുകൂടി നമ്മുടെ 368ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വൈകാതെ തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണേ. പിന്നെ ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഈ എപ്പിസോഡ് കാണുന്നത് തന്നെ നിങ്ങൾക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാകും ഗൈസ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല. നിങ്ങൾ വിചാരിക്കും ഒരു റെഡ് ഹാർട്ട് ഇട്ടെന്ന് വിചാരിച്ച് ഇപ്പോൾ എനിക്ക് എന്താ ഇത്ര സന്തോഷം ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, നിങ്ങളൊരു ചെറിയ റെഡ് ഹാർട്ട് ഇട്ടാൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വൈകാതെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.